ഇസ്രായേലിൽ തീമഴ വർഷിക്കാൻ ഇറാൻ ഉപയോഗിച്ചത് ഫത്തഹ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഇറാൻ ആദ്യമായാണ് ഈ മിസൈൽ ഉപയോഗിക്കുന്നത്. 1400 കിലോമീറ്ററാണ് മിസൈലിന്റെ ദൂരപരിധി. ഇറാൻ പ്രാദേശികമായി നിർമ്മിച്ച ആദ്യത്തെ ഹൈപ്പർസോണിക് മിസൈൽ കൂടിയാണിത്. 2023 ഈ മിസൈൽ ഇറാൻ അവതരിപ്പിക്കുന്നത്. ശബ്ദത്തേക്കാൾ 15 ഇരട്ടി വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും ഈ മിസൈലിന് സാധിക്കുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇസ്രായേലിനെതിരായ ഏറ്റവും വലിയ സൈനിക ആക്രമണമാണ് ചൊവ്വാഴ്ച നടന്നത്. ട്രൂ പ്രോമിസ് 2 എന്ന പേരിലാണ് ഇറാൻ ആക്രമണം നടത്തിയത്. 181 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. %90 മിസൈലുകളും ലക്ഷ്യസ്ഥാനത്ത് എത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പരിമിതമായ തോതിൽ മാത്രമാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ അറിയിച്ചത്. എന്നാൽ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവുമെന്നും സൈനിക മേധാവി പറഞ്ഞു. ഇസ്രായേലിന്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ, മൊസാദ് രഹസ്യാന്വേഷണ കേന്ദ്രം, നെവാറ്റിം എയർബേസ്, ഹാഡ്സോർ എയർബേസ്, റഡാർ ഇൻസ്റ്റലേഷനുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം. തെല്ലവീവിലടക്കം മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. ജനങ്ങളോട് പൂർണ്ണമായും സുരക്ഷിത ബങ്കറുകളിലേക്ക് മാറാൻ അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തു. നെതന്യാഹു ഉൾപ്പെടെയുള്ള മന്ത്രിമാരടക്കം മണിക്കൂറുകളാണ് ബങ്കറുകളിൽ കഴിഞ്ഞതെന്നാണ് റിപ്പോർട്ട്.